ടൗണിൽ പുതുതായി അനുവദിച്ച ഓട്ടോറിക്ഷ സ്റ്റാൻഡിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്ത്. ചെറുപുഴ താഴെ ബസാറിൽ മെയിൻ റോഡിന് സമീപം ആരംഭിച്ച പുതിയ സ്റ്റാൻഡ് നിലവിലുള്ള സ്റ്റാൻഡിലെ 40-ലധികം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തങ്ങളുടെ ആശങ്കകളും പരാതികളും അറിയിക്കാൻ ബന്ധപ്പെട്ടവരെ സമീപിച്ചപ്പോൾ പഞ്ചായത്ത് അംഗത്തിന്റെ ഭാഗത്തുനിന്ന് മോശം പ്രതികരണമുണ്ടായതായും തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വർഷങ്ങളായി നിലവിലുള്ള സ്റ്റാൻഡ് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ വരുമാനം കുറയുകയും യാത്രക്കാരുടെ ലഭ്യതയിൽ വലിയ കുറവ് സംഭവിക്കുകയും ചെയ്യുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. പുതിയ സ്റ്റാൻഡ് അനുവദിക്കുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട തൊഴിലാളികളുമായോ യൂണിയൻ പ്രതിനിധികളുമായോ മതിയായ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും അവർ ആരോപിച്ചു. ടൗണിലെ ഗതാഗത സംവിധാനത്തെയും നിലവിലുള്ള സ്റ്റാൻഡുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കരുതെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. നിലവിലുള്ള തൊഴിലാളികളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിനായി പുതിയ ഓട്ടോ സ്റ്റാൻഡ് ഒഴിവാക്കുകയോ വിഷയത്തിൽ പുനഃപരിശോധന നടത്തുകയോ വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി താഴെയുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിനെ തകർക്കാൻ വേണ്ടി അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടിയുമായി പുതിയൊരു സ്റ്റാൻഡ് ബാറിനോടനുബന്ധിച്ച് വെച്ച് അതുകൊണ്ട് ചെറുപുഴ താഴത്തെ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാർ അവിടെ വെറുതെ കിടക്കുകയാണ്. ഇത് പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയമായ ഒരു നിലപാടെടുത്തിട്ട് ചെയ്ത ഒറ്റൊരു പരിപാടി മാത്രമാണ്. ഇതിൽ ഞങ്ങൾ എത്ര എതിർത്തിട്ടും പഞ്ചായത്ത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യിക്കൊള്ളുകയോ ഒന്നും ചെയ്തില്ല. ശരിക്ക് ചെറുപുഴയിലുള്ള പ്രശ്നം 3 ഓട്ടോ സ്റ്റാൻഡുകളാണ് ചെറുപുഴയിലുള്ളത്. ഓട്ടോകളുടെ പെരുപ്പം വളരെ കൂടുതൽ തന്നെയാണ്. വണ്ടി വെക്കുവാനുള്ള സ്ഥലപരിമിതിയില്ല. അപ്പോൾ മുൻപൊക്കെ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ആവശ്യപ്പെട്ടത് വാഹനങ്ങൾ അധികമായി വരുന്ന വാഹനങ്ങൾ വയ്ക്കുവാനുള്ളൊരു സ്ഥലം അത് ഒരുക്കി തരേണ്ടതിന് പകരം ഒരു സ്റ്റാൻഡ് മാത്രം പഞ്ചായത്ത് അംഗീകരിച്ച് കൊടുക്കുകയും മറ്റ് സ്റ്റാൻഡുകളൊന്നും പഞ്ചായത്ത് അംഗീകരിക്കാതെ ഇപ്പോൾ ഉള്ള 3 സ്റ്റാൻഡുകൾക്കും പഞ്ചായത്ത് അംഗീകാരം തരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും നമ്പർ ഇട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അംഗീകാരം തരിക, പഞ്ചായത്ത് സ്റ്റാൻഡ് എന്ന ഒരു പരിഗണന തരിക. അതല്ലാതെ ഇപ്പം വെച്ചിരിക്കുന്ന സ്ഥലം ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും വാഹനത്തിലിറങ്ങുന്ന സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ആളുകൾ നേരെ മുമ്പിൽ കാണുന്ന ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഓട്ടോ വിളിക്കേണ്ട ആളുകൾ മുൻപിൽ നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡ് വെറുതെ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ രാവിലെ മുതലേ കിടക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം അതാണ്. ഇന്നലെ പഞ്ചായത്ത് അധികാരികളോട് ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അവർ ആലോചിച്ചിട്ട് ഉചിതമായ ഒരു തീരുമാനമെടുക്കാം എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് രാവിലത്തേക്ക് പുതിയ സ്റ്റാൻഡ് നിലവിൽ വന്നു. അത് തികച്ചും അശാസ്ത്രീയമായ ഒരു സ്റ്റാൻഡ്. ഭാവിയിൽ ഒരു ബൈപ്പാസ് റോഡ് വരേണ്ടടുത്ത് കുത്തിറക്കമുള്ളടുത്ത് ഓട്ടോറിക്ഷ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷകളൊക്കെ ഇറക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗിയറൊക്കെ തട്ടിപ്പോകും, അത് ന്യൂട്രാവും, വണ്ടി ഉരുണ്ടുപോകാനുള്ള സാധ്യത ഇറക്കത്തിൽ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തികച്ചും അശാസ്ത്രീയപരമായി ധൃതിപ്പെട്ട് കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ പരിസരത്ത്, ഈ ചെറുപുഴയുടെ പരിസരത്ത് പഞ്ചായത്ത് റോഡുകളിലും PWD റോഡുകളിലും വാഹനങ്ങൾ താൽക്കാലികമായി പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും ഉൾക്കൊള്ളാതെ ചെറുപുഴ താഴെ സ്റ്റാൻഡിലുള്ള തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്ന ഒരു നടപടി ആണ് പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനെതിരെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്നലെ പഞ്ചായത്തിൽ സംസാരിച്ചിരുന്നു. ഇന്ന് പഞ്ചായത്തിലൊരു പരാതി കൊടുക്കുന്നു. ഒപ്പം തന്നെ CAയ്ക്കും RTOയ്ക്കും ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരാതി കൊടുക്കുവാനും നടപടികളാവാത്ത പക്ഷം കോടതിയിൽ റിട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ് തൊഴിലാളികൾ ഒന്നടങ്കം കൈക്കൊണ്ടിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ ചായ്വോടുകൂടിയുള്ള പ്രവർത്തനമല്ല ഞങ്ങളവിടെ നടത്തുന്നത്. എല്ലാ തൊഴിലാളികളും, എല്ലാ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നത്തെ നേരിടുന്നത്. കാരണം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അന്ന് പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ യോഗം വിളിച്ചിട്ടല്ലേ തീരുമാനം എടുത്തത്? അതെ, ആ തീരുമാനത്തെ പറ്റി പറയുമ്പോൾ ഇതിനു മുൻപ് ഒരു യോഗം വിളിച്ചതിൽ തൊഴിലാളികൾ താഴെ സ്റ്റാൻഡിലുള്ള തൊഴിലാളികൾ പോയപ്പോൾ നിങ്ങൾ ഒരാൾ മാത്രം ഇരുന്നാൽ മതി, ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോകുവാൻ വളരെ സ്നേഹത്തോടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞങ്ങളെ ഇറക്കി വിട്ടതാണ്. പുതിയ യോഗത്തിലേക്കും അതുപോലെ ആളുകളെ മാത്രമാണ് അവർ ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ മിനിഞ്ഞാന്ന് നടന്ന യോഗത്തിൽ താഴെ സ്റ്റാൻഡിൽ നിന്ന് ആ കണക്കായ ആളുകൾ പോവുകയും കണക്കിൽ കൂടുതൽ ആളുകൾ മുകളിലത്തെ സ്റ്റാൻഡുകളിൽ നിന്ന് വരികയും ചെയ്തു. അത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംഗീകരിച്ച് അവരെ ഇരുത്തിക്കൊണ്ടാണ് തീരുമാനമെടുത്തത്.
ആ തീരുമാനത്തിൽ ഞങ്ങളുടെ വിയോജിപ്പ് ഞങ്ങളുടെ പ്രതിനിധികളായിട്ട് പോയവരെ അറിയിച്ചിരുന്നു. ആ വിയോജിപ്പ് മിനിറ്റ്സ് രേഖപ്പെടുത്താതെ ഭാവിയിൽ എന്തായാലും നിങ്ങളൊരു സമവായത്തിലേക്ക് എത്തൂ, എന്നിട്ട് നമുക്ക് സ്റ്റാൻഡിനെ പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞ ആ മീറ്റിങ്ങിന് ശേഷമാണ് പഞ്ചായത്ത് ഭരണസമിതി ഏകകണ്ഠമായി യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 സ്റ്റാൻഡ് പറഞ്ഞു കൊടുത്തു, സ്ഥലം പറഞ്ഞു കൊടുത്തു. ആ 3 സ്റ്റാൻഡും അവർ ഉൾക്കൊണ്ടില്ല. അത് ഇതെല്ലാം മീറ്റിംഗ് കഴിഞ്ഞിട്ടും അവർ ഇന്ന പോലെ ഒന്നും വായിക്കാനോ ഒന്നും നിർബന്ധിച്ചില്ല. ഞങ്ങൾ പറഞ്ഞിട്ടും അവരെ ഒന്നും നിന്നില്ല. ഞാൻ 3 സ്റ്റാൻഡ് 10 വണ്ടികളാണ് ഇപ്പം അധികമായിട്ടുള്ളത് എന്ന് മുകളിലത്തെ സ്റ്റാൻഡുകാർ പറയുന്നു. ആ 10 വണ്ടിയിൽ കൂടുതൽ വെക്കാൻ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ആ റോഡിൽ തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന ഭാഗത്തിന് പുറമെ തിരിച്ച് ആരാധനാ ലോഡ്ജിൻ്റെ അതിലൂടെ ഇപ്പുറത്തെ വസ്തുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഓട്ടം ഞങ്ങൾക്ക് വളരെ പ്രത്യക്ഷമായിട്ട് ഇത് ബാധിക്കില്ല. അവിടെ വയ്ക്കാം. അതല്ല എങ്കിൽ ഇപ്പോഴത്തെ വരിക്കൻസ് ഹോട്ടലിൻ്റെ അവിടുന്ന് താഴെ തിയേറ്ററൊക്കെ പുരോഗമിച്ച് വരുന്നു, ആ ഭാഗത്ത് വയ്ക്കാം. ഇപ്പോൾ വെച്ചിരിക്കുന്നിടത്ത് നാളെ ബൈപ്പാസ് റോഡ് വരേണ്ട ഏരിയയാണ്. അതുമല്ല എങ്കിൽ മുകളിൽ നമ്മുടെ അപ്പോളോ ട്രേഡേഴ്സിൻ്റെ ആ ഭാഗത്ത് തിരുമേനി ഭാഗത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ വാഹനങ്ങൾ കിട്ടാതെ വളരെയധികം വിഷമിച്ച് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്തടത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ആ ഭാഗത്ത് വണ്ടി വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇതൊന്നുമില്ല എങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് മുമ്പിൽ ഇപ്പോൾ 2 വാഹനം അവിടെ വെച്ച് ഓടുന്നുണ്ട്. ഇവിടെ അധികമായി വന്ന 2 വാഹനം അവിടെ വെച്ചിട്ട് ഓടുന്നുണ്ട്. ചെറുപുഴ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ 2 പേര് അവിടെ വെക്കുന്നുണ്ട്. അവിടെയും ഒരുപാട് സ്ഥലപരിമിതി ബാക്കിയുണ്ട്. അവിടെയും കൊണ്ട് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഈ വിവരങ്ങളെല്ലാം പഞ്ചായത്ത് ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല, നമുക്ക് എല്ലാവരും കൂടി ഒന്നും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ളതേ ഉള്ളൂ, ഇത് സ്റ്റാൻഡിൻ്റെ കാര്യം ഒന്നും കൂടി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഏകകണ്ഠേനമായ മുകളിലെ സ്റ്റാൻഡുകാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം എടുത്ത ഒരു നിലപാടാണിത്. അതുപോലെ തന്നെ ഇന്നലെ പഞ്ചായത്തിൽ പോയപ്പോഴും മുൻപ് ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന പിന്നീട് ചുമട്ടുതൊഴിലാളിയായിരുന്ന ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അനീഷ് ആൻ്റണി വളരെ പരുഷമായ രീതിയിലാണ് ഇതിൽ അവിടെ പ്രതികരിച്ചത്. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് മെമ്പർ ചോദിച്ചത്. വളരെ വേദനാജനകമായ അനുഭവമാണ് ഇന്നലെ പഞ്ചായത്തിൽ പോയപ്പോൾ പഞ്ചായത്ത് അധികാരികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനും തുടർ നടപടികൾ എന്തൊക്കെ വേണോ അത് ചെയ്യുവാനുള്ള മുൻപോട്ടുള്ള പോക്കും ഞങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളെ ബാധിച്ചിരിക്കുകയല്ലേ, ഞങ്ങളവിടെ വെറുതെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്നത് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി കുത്തിയിരിക്കാനും തയ്യാറാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ടതില്ലേ. ഇന്നലെ വൈകുന്നേരം അല്ല റൊട്ടേഷൻ അല്ല, ചെറുപുഴയിൽ 2 വാടക ബുക്ക് വെച്ച് ഓടുന്ന അവസ്ഥയാണ്. ഇവിടെ ഒരു വാടക ഇങ്ങോട്ട് എടുത്തിട്ടില്ല. പഞ്ചായത്ത് അവരെ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞ വാർത്ത, അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. റൊട്ടേഷന്റെ കാര്യം ഒന്നും അങ്ങനത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. ഇത് ഇന്നലെ വൈകുന്നേരം വിളിച്ചു പറഞ്ഞ വൈസ് പ്രസിഡന്റ് അല്ല, വൈകുന്നേരം വിളിച്ചു പറഞ്ഞ വൈസ് പ്രസിഡന്റ് നമുക്ക് ഇന്ന് ഇരിക്കാമെന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റ് ഇന്ന് രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ പുതിയ സ്റ്റാൻഡാക്കിയ സ്റ്റാൻഡിൽ 11ഓളം വണ്ടികൾ കിടക്കുന്നു രാവിലെ. അതാണ് അവർ കൃത്യമായിട്ട് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടി തീരുമാനിച്ച ഒറ്റ പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കണ്ടു, പോലീസ് SI കണ്ടു, CI പോയി കണ്ടു. ഞങ്ങളുടെ ബാക്കിയുള്ള നടപടികളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളിപ്പം ബാക്കി പരാതികൾ കൊടുക്കാൻ എവിടെയൊക്കെ കൊടുക്കാനുള്ളത് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുകയും ചെയ്യും. അതുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. ഞങ്ങൾ പുറകോട്ട് പോകുന്ന കാര്യമില്ല. ഞങ്ങൾ യൂണിയൻ ബേസിലല്ല, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഉണ്ട്. താഴെ സ്റ്റാൻഡിലുള്ള തൊഴിലാളികളില്ല, അത് ഞങ്ങൾ നോക്കിയിട്ടില്ല ഏതൊക്കെ ആൾക്കാർ പോയി കൊടുക്കുന്നുണ്ട്. യൂണിയൻ ബേസിലല്ല പ്രശ്നം. താഴെ സ്റ്റാൻഡിലെ തൊഴിലാളികളുടെ ജീവിതമാർഗമാണ് മുടക്കുന്നത്. അവിടെ യൂണിയൻ ബേസ് വരെ പറയാൻ പറ്റില്ല. മുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഓട്ടം ഇവിടെയും വെക്കാം അവിടെയും വെക്കാം എന്നുള്ള സാഹചര്യം വരുമ്പോൾ അവർ സമ്മതിച്ചു, അവരത് തയ്യാറായി. ഞങ്ങളിൽ ഒരു 4-5 വണ്ടിക്കാർ മാത്രം അവിടെ വെച്ചുകൊണ്ട് അവർ ഓട്ടം കിട്ടും, ബാക്കിയുള്ള വണ്ടിക്കാർ വീണ്ടും അവിടെ കിടക്കുകയല്ലേ. ഇന്ന് തന്നെ എല്ലാവർക്കും കാണാനുള്ളതേ ഉള്ളൂ. അവിടെ സ്റ്റാൻഡിൽ ഞങ്ങൾ 3 നിരയിലായിട്ടാണ് വണ്ടി വെക്കേണ്ടി വന്നത്. വണ്ടി വെക്കാൻ ഇന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റാൻഡിലെ വണ്ടികൾ ഒരു സ്റ്റാൻഡിലും വണ്ടിയില്ല.
ഈ സെൻട്രൽ സ്റ്റാൻഡിലില്ല, മുകളിലില്ല. ഇപ്പം പുതിയ സ്റ്റാൻഡാക്കിയ സ്റ്റാൻഡിലും ഒരു വണ്ടി പോലും ഇല്ല. ഞങ്ങളെ വണ്ടി ഇപ്പോൾ പോയി നോക്കിയാലും കാണാം, എല്ലാ വണ്ടിയും അവിടെ നിരന്ന് കിടക്കുന്നു. ഇന്ന് വണ്ടി വെക്കാൻ പറ്റും, വണ്ടി വെക്കാൻ ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ വന്ന വയറ്റത്തടിച്ചിട്ടുള്ള പരിപാടിയുടെ മുകളിൽ ഇനിയിപ്പം ഞങ്ങൾ 2 വണ്ടി കൊണ്ടുവച്ചു. ബാക്കി എല്ലാ വണ്ടികളും തേച്ചും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2-3 വണ്ടി വെക്കുന്നത് അതെല്ലാം തുല്യമല്ല. പിന്നെ വെക്കുന്നതും വെക്കാത്തതും 2 കണക്കല്ലേ ഇത്. ഞങ്ങള് അതൊന്നും ആവശ്യമില്ലാത്തതും റൊട്ടേഷൻ രീതിയിൽ ഓടാത്തതിനും കാരണം ഞാൻ പറഞ്ഞല്ലോ, 2 വാടക ബുക്കുണ്ട് ചെറുപുഴയിൽ, ഒറ്റ കോർഡിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടെ അറിയിച്ചിട്ടും അതിലൊരു മാറ്റം വന്നിട്ടില്ല. അത് കഴിഞ്ഞ വർഷത്തെ ഇതിനു മുമ്പ് ഉണ്ടായ CI സാറ് പറഞ്ഞ ആ ചാർജ് ബുക്ക് നിങ്ങൾ 2 ചാർജ് ബുക്കും കൊണ്ട് ഞങ്ങൾ പോയി സ്റ്റേഷനിൽ പോയി 2 ചാർജ് ബുക്കും കാണിച്ചു. അന്നേരം CI സാറ് പറഞ്ഞു ഞങ്ങളെ ചാർജ് ബുക്ക് കുറവ്. അവർ പ്രത്യേകിച്ച് നമ്മളോട്, ഞാൻ ഇവിടുത്തെ കൺവീനറാണ്, മൊത്തത്തിൽ എല്ലാ യൂണിയൻ്റെയും കൺവീനറാണ്. എന്നോട് പോലും ചോദിക്കാണ്ട് ഞാൻ അറിയാതെ ഇവർ തന്നെ സ്വന്തമായിട്ട് ചാർജ് ബുക്ക് അടിച്ചു. എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ കൂട്ടിയതിനെക്കാട്ടി 20-30 രൂപ വെച്ചിട്ട് ചാർജ് കൂട്ടി വാങ്ങണം. എല്ലാ ഭാഗങ്ങളിലും പോകുമ്പം പറയും ഇന്നപോലെ ചെറുപുഴ താഴത്തെ സ്റ്റാൻഡിലത്തെ വണ്ടി രാവിലെ ആയാലും 7 മണിക്ക് 8 മണിക്കായാലും പറയും ഇത്ര പൈസ വാങ്ങി നിങ്ങൾ അമിതമായ പൈസ ഈടാക്കുന്നു. അപ്പോഴത്തേനും എന്താ സംഭവം എന്ന് ചോദിച്ചാൽ മേലെ സ്റ്റാൻഡിലടിച്ച പുതിയ ചാർജ് ബുക്കിൻ്റെ മുകളിൽ ഇപ്പോൾ മേലെ സ്റ്റാൻഡിലെ വണ്ടിക്കാർ അമിതമായ ചാർജ് ഈടാക്കുന്നു. അങ്ങനെയാണ് ഓരോരാളെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു അത് അവർ പ്രത്യേകം ചാർജ് വേറെ മേടിക്കുന്നതാണ്, അതിന് മുകളിൽ നടപടിക്ക് പോകുന്നു. ഞങ്ങൾ പറഞ്ഞു പോയിക്കോ. അതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി CI സാറെ കണ്ടു. CI സാറെ കണ്ട് 2 ചാർജ് ബുക്ക് കാണിച്ചു. CI സാറ് പറഞ്ഞു പറ്റൂല, ഇതെന്ന് പറഞ്ഞാൽ ഈ ഒറ്റ ചാർജ് ബുക്ക് താഴെ ആദ്യം അടിച്ച ചാർജ് ബുക്കിൻ്റെ മുകളിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ മുകളിലൊക്കെ രണ്ടാമത് അടിച്ച ചാർജ് ബുക്ക് പുറകോട്ട് വിളിച്ചത്. മാത്രമല്ല അവരവരുടെ സ്റ്റാൻഡുകളിൽ ഓടാനും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് 4 മണി മുതലുള്ള നാട്ടുവണ്ടികൾ വരുമ്പോഴുള്ള ഓട്ടത്തിന് എല്ലാ വണ്ടികളും താഴെ സ്റ്റാൻഡിൽ വയ്ക്കുക. ഒരു 6 മണിയായിരുന്നു ആദ്യത്തെ സമയം ഉണ്ടായിരുന്നത്. അതിനുശേഷം പോലീസ് അധികാരികൾ തന്നെ പറഞ്ഞത് 7 മണി വരെ അവർ ഓടിക്കോട്ടെ, 7 മണി കഴിഞ്ഞാൽ അവരവരുടെ സ്റ്റാൻഡുകളിലേക്ക് മാറണം എന്ന തീരുമാനത്തിലാണ് സ്റ്റേഷൻ പറഞ്ഞു പിരിക്കുന്നത്. അതിലും ഇല്ല, എവിടെയും സ്റ്റാൻഡില്ല. ഇല്ല, ഇതൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ വന്ന് ഞങ്ങളാക്കി എടുത്ത സ്റ്റാൻഡാണ്. പഞ്ചായത്ത് തന്ന സ്റ്റാൻഡല്ല, ആരും തന്ന സ്റ്റാൻഡല്ല. ഞങ്ങൾ തന്നെ പണ്ട് മുതലേ 10-26-10-27 വർഷം മുമ്പേ മുതലേ വന്നിട്ട് ഞങ്ങളായിട്ട് മാത്രം ആക്കി എടുത്ത സ്റ്റാൻഡാണ്. ആരും ഒരു പഞ്ചായത്ത് സ്റ്റാൻഡ് തന്നിട്ടില്ല, ആരും സ്റ്റാൻഡ് ഇതുവരെ തന്നിട്ടുമില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതെ, ഞാൻ പറഞ്ഞു ഉന്നയിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരൊന്നും ചെവിക്കൊണ്ടില്ല. ഞാൻ ഒറ്റൊരുത്തൻ ഞാൻ പറഞ്ഞത് മാത്രം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാനിത് അംഗീകരിക്കൂല. ഞാൻ താഴത്തെ സ്റ്റാൻഡിലെ എല്ലാ യൂണിയനെയും പ്രതികരിച്ച് എല്ലാവരെയും പ്രതികരിച്ചിട്ട് വന്നതാണ്. ഞാൻ വ്യക്തിപരമായിട്ട് യൂണിയൻ ബേസിലും വന്നതല്ല. ഞങ്ങൾ 10-40 വണ്ടിയുണ്ട്, 10-48 വണ്ടിയുണ്ട്. കുറേ വണ്ടി അങ്ങനെ പണിയായിട്ട് അങ്ങനെ പോകും. 10-40 വണ്ടിയുണ്ട്. ആ 40 പേരെ അഭിപ്രായം അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും അഭിപ്രായം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു പറഞ്ഞു. അത് പറഞ്ഞ പോലും അതിന് മറുപടി പോലും പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞില്ല, വൈസ് പ്രസിഡന്റും പറഞ്ഞില്ല. അവിടെ കൂടിയ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പറയേണ്ട അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അവർ രണ്ടാളും പറയേണ്ടവർ പറഞ്ഞില്ല. ബാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുത്തം മാത്രമേ അതിൽ പ്രതികരിച്ചുള്ളൂ. ബാക്കിയുള്ളവർ തേച്ചും INTUCയും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആൾക്കാരെ തേച്ചുള്ള മെമ്പർമാരും എല്ലാം. പിന്നെ എൻ്റെ ഒരു വാക്കിന് അവിടെ ഒരു വോയിസിന് ഒരു ഇതുമില്ല, പ്രസക്തി അവർ കൽപ്പിച്ചില്ല, കൊടുത്തില്ല എന്ന് മാത്രമല്ല. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും INTUCന്റെ പ്രതിനിധിയും താഴെ സ്റ്റാൻഡിലെ മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാനാണ് പോയത്. രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അവരുടെ വിയോജിപ്പ് പോലും പഞ്ചായത്ത് രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്ത് നിങ്ങളെല്ലാവരും കൂടിയിരുന്ന് നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനം ഇത് അംഗീകരിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ പഞ്ചായത്ത് തന്നെയാണ് അവിടെ വെച്ച് പറഞ്ഞത് പിന്നീട് നിങ്ങൾ തൊഴിലാളികൾ ആലോചിച്ച് 4മതൊരു സ്റ്റാൻഡ് എവിടെ വേണമെന്നുള്ളത് നിങ്ങൾ ഉചിതമായ രീതിയിൽ ആലോചിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ മീറ്റിംഗ് പിരിയുന്നത്. ഇതിനു മുമ്പേ ഒരു മീറ്റിംഗ് അതേപോലെ വിളിച്ച സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് 6-7 പേര് പോയി. ഞങ്ങൾ യൂണിയൻ ബേസിൽ പോയതല്ല. ഞങ്ങൾ പോയ താഴത്തെ സ്റ്റാൻഡിലെ ആൾക്കാർ ഒന്നിച്ച് പോയി ഒരു 5-6 പേര് പോയിട്ട് അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് പഞ്ചായത്തിൻ്റെ ഉള്ളിൽ നിന്ന് എണീപ്പിച്ചു വിട്ടു. ഇവർ എന്നോട് പറഞ്ഞു ഞാൻ മാത്രം ഇരുന്നാൽ മതി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് എണീപ്പിച്ചു വിട്ടു. ഞാൻ മാത്രം ഇരുന്നാൽ മതി, ബാക്കി എല്ലാവരും എണീച്ച് പോകണം എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസത്തെ മിനിയാന്നത്തെ മീറ്റിങ്ങിൽ INTUCന്റെ പ്രതിനിധികളും BMSന്റെ പ്രതിനിധികളാണ് കൂടുതൽ. CITUവിൻ്റെ ഞാൻ ഒറ്റൊരുത്തനേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഞാൻ ചോദിച്ചു, വൈസ് പ്രസിഡന്റ് ഇത് എങ്ങനെ സംഭവിച്ചു? INTUCക്കാർ ഇത്ര പേര്, BMSകാർ ഇത്ര പേര്, കഴിഞ്ഞ പ്രാവശ്യം എണീപ്പിച്ച് വിട്ടതോ എന്ന് ചോദിച്ചു. എന്ന പാടും പറഞ്ഞു അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര അയാൾ ബുക്ക് വാക്കിയിട്ട് ഇത്ര ആളെ പേരാണ് ഞാൻ വായിച്ചത്, ഇത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ വന്ന തെറ്റന്നെയാന്ന് പറഞ്ഞു. വന്നിട്ടുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും INTUCയും BMSന്റെ ആൾക്കാരാണ് അവിടെ കൂടുതൽ. അതുകൂടാണ്ട് ബാക്കിയെല്ലാം മെമ്പർമാരും
കോൺഗ്രസ് അനുഭാവികളും അതേപോലെയുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള INC-കാരെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒറ്റൊരുത്തനാണ് നമ്മളെ താഴത്തെ സ്റ്റാൻഡ് ബാധിക്കാനുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞതൊന്നും അവർ കേട്ടില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം എന്നെ വൈസ് പ്രസിഡന്റ് വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല 3 സ്റ്റാൻഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പരിഗണിച്ചില്ല. അതുകൂടാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എന്തായാലും അതിന് മറുപടി പറഞ്ഞു ചോദിച്ചു. 10-18 വർഷം മുമ്പേ തുടങ്ങിയതാണ് നമ്മൾ നിരന്തരമായി പഞ്ചായത്ത് കയറി ഇറങ്ങുന്ന ഒരു എല്ലാ സ്റ്റാൻഡിലും. ആലക്കോട് പഞ്ചായത്തിലുണ്ട്, എരമംകുറ്റൂർ പഞ്ചായത്തിനുണ്ട്, പെരിങ്ങോമ്പേക്കര പഞ്ചായത്തിനുണ്ട്. എല്ലാ പഞ്ചായത്തിനും ഓട്ടോ സ്റ്റാൻഡിന് നമ്പർ കൊടുക്കുന്ന പ്രവണതയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനെ ഈ പഞ്ചായത്ത് ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഇതേപോലെ ഓട്ടോറിക്ഷ വരികയും ചെയ്യില്ല. എന്നാൽ ഇത് അവിടെ നിന്ന് മാറ്റണം, ഇവിടെ പുതിയ സ്റ്റാൻഡ് ഇവിടെ വേണം എന്ന് പഞ്ചായത്തിന് തീരുമാനിക്കാൻ ഇതിന് മുമ്പേ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റൂലേ? അതും പഞ്ചായത്ത് ഇത്രയും വർഷമായി കുറേ നിവേദനങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റാൻഡ് നമ്പറിന് വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ഇത്രയും മാറി വന്ന പഞ്ചായത്ത്, എന്നിട്ട് പോലും ഈ ഒരു പഞ്ചായത്ത് പോലും അതൊന്നും നമ്മൾ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. ഇത് ഇവർ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ താഴത്തെ സ്റ്റാൻഡുകാരെ ഉപദ്രവിക്കുക എന്നുള്ള ഒറ്റ നിലപാടുകൾ മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ CI സാറെ പോയി കണ്ടു. CI സാറ് പറഞ്ഞു ഒരു പരാതി അവിടെ കൊടുക്കാൻ പറഞ്ഞു, പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞു, ബാക്കി RTOക്ക് കൊടുക്കാൻ പറഞ്ഞു, ബാക്കി ഞങ്ങളുടെ കൊടുക്കാനുള്ള എടുത്ത് എല്ലായിടക്കും കൊടുക്കാൻ സാറ് പറഞ്ഞു. ഇവരെല്ലാം പരാതി കൊടുത്തുകൊണ്ട് അതിൽ ഫലവത്തായ ഒരു തീരുമാനം വരുന്നില്ല എങ്കിൽ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളുടെ പരാതി പുതിയ സ്റ്റാൻഡ് വേണ്ട എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. പുതിയ സ്റ്റാൻഡ് വേണ്ടത് തന്നെയാണ്. സ്റ്റാൻഡ് അല്ല എങ്കിൽ അധികമായി വരുന്ന വാഹനങ്ങൾക്ക് മാറ്റി നിർത്താനുള്ള ഒരു പൊതു സ്ഥലം, അതാണ് ശരിക്കും പഞ്ചായത്ത് നമുക്ക് തരേണ്ടത്. അത് മാറ്റി പഞ്ചായത്ത് ഇപ്പോൾ ഒരു പുതിയ സ്റ്റാൻഡ് ഇട്ടിരിക്കുന്നു, അവിടെ ചെറുപുഴയിലെ മുഴുവൻ വാഹനങ്ങളും വയ്ക്കാൻ പറ്റില്ല. അതല്ല എങ്കിൽ പഞ്ചായത്ത് മുഴുവൻ വാഹനങ്ങൾക്കും പഞ്ചായത്ത് സ്റ്റാൻഡ് അനുവദിച്ച് തരട്ടെ, എല്ലാ വാഹനങ്ങൾക്കും പഞ്ചായത്ത് നമ്പർ തരട്ടെ. പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അവിടെ വന്നു കഴിഞ്ഞാൽ ചെറുപുഴ താഴെ ബസാറിലോടുന്ന ഓട്ടോ തൊഴിലാളികളുടെ ജീവിതമാർഗം ഇല്ലാതാക്കുന്നതാണ്. അത് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്നതാണ്. കാരണം എവിടെ വാഹനം ഇറങ്ങിയാലും നമ്മൾ എവിടെയാണെങ്കിലും തൊട്ടടുത്ത് കാണുന്ന ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവുള്ളൂ. അവിടുന്ന് നോക്കിയാൽ കാണുന്നിടത്ത് ഒരു 10 വണ്ടിക്കാരുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി പഞ്ചായത്ത് കൊടുക്കുകയും 10-40 വണ്ടിക്കാർ തൊട്ടപ്പുറത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് വെറുതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാവാൻ പാടില്ല. അത് മാറ്റി കിട്ടണം. ആ സ്റ്റാൻഡിന് പകരം അവിടെ വെക്കുന്നതിന് പകരം അവർ ഇപ്പുറത്ത് മാറി ആ ആരാധനാലയത്തിലൂടെ ഈ റോഡിലേക്കാണ് തിരിച്ചു വെക്കുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കില്ല, വെച്ചേ പറ്റുള്ളൂ എന്നുള്ള വാശിയാണെങ്കിൽ അതുപോലും ഇന്നലെ പഞ്ചായത്തിൽ പറഞ്ഞു. അതുമല്ല മറ്റ് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അതൊന്നും ചെയ്യാതെ താഴെ സ്റ്റാൻഡിലെ ഭൂരിപക്ഷം തൊഴിലാളികളെ വേദനിപ്പിക്കുന്ന ഈ നടപടി പ്രതിഷേധാർഹമാണ്. അത് ഞങ്ങളെ വേദനാജനകമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിന് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. കക്ഷി രാഷ്ട്രീയം മറന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. അവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ സിസ്റ്റവും തമ്മിൽ മാറ്റമുണ്ട്. അവിടെ റിട്ടേൺ അവിടെ വരുന്നത് വെച്ചാൽ ഒരു സ്റ്റാൻഡിൽ ഇന്ന് വെച്ച് രാവിലെ കൊണ്ടുപോയി വെച്ച് കയറ്റും. റെയിൽവേ സ്റ്റേഷനിൽ എവിടെയോ സെൻട്രൽ സ്റ്റാൻഡിലോ എവിടെയാണ് വെക്കുന്നത് ചോദിച്ചാൽ അന്നത്തെ ദിവസം തികച്ചു അവിടെ തന്നെ വെക്കണം എന്നാണ് അവിടെ തന്നെ. അല്ലാണ്ട് ഒരു ഓട്ടം ഇവിടുന്ന് പോയി അടുത്ത ഓട്ടം അപ്പുറത്തെ സ്റ്റാൻഡിൽ കൊണ്ടാക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ല. ഒരു ദിവസം എവിടെയാണ് വെക്കുന്നത് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല അവർക്ക് റിട്ടേൺ ചാർജിനേക്കാൾ കൂടുതൽ അവർക്ക് റൊട്ടേഷൻ തന്നെയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും അവർക്ക് ഓട്ടം കിട്ടുന്നു. നമുക്ക് ഓടിയാൽ ഇപ്പോൾ ഇവിടുന്ന് പുളിങ്ങോത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുളിങ്ങോത്ത് വെക്കാൻ പറ്റില്ല, നേരെ ചെറുപുഴ തന്നെ വരണ്ടേ. നമുക്ക് ചെറുപുഴയിലേക്ക് വരുമ്പോൾ റിട്ടേൺ ചാർജേ കിട്ടുന്നുള്ളൂ. ചെറുപുഴയിലേക്ക് വീണ്ടും ഒരു ഓട്ടോ പൈസ നമുക്ക് കിട്ടില്ല. നിങ്ങളെല്ലാവരും ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവരല്ലേ. റാപ്പോയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് റിട്ടേൺ ചാർജ് ഇല്ല. ഇവിടുന്ന് വരുന്നൊരു വാഹനത്തിൽ നിങ്ങൾ റിട്ടേൺ ചാർജ് കൊടുക്കും. ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന വാടക എന്തായാലും തിരിച്ചിങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് തിരിച്ചെത്തേണ്ടത് നമ്മുടെ സ്റ്റാൻഡിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് 100% അനധികൃതമാണെന്ന് മാത്രമല്ല, അതെ അതെ അല്ല അത് നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മുട്ടുന്നത് തന്നെയാണ് അവസ്ഥ. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം. ഞങ്ങളുടെ ആ ഉപജീവന മാർഗത്തിന് ദുരന്തം വെക്കുന്ന സ്റ്റാൻഡാണ് വന്നത്. ലീഗൽ വാല്യൂ അശാസ്ത്രീയമാണത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാലറിയാവുന്നതല്ലേ. ബൈപ്പാസ് റോഡ് വരേണ്ടത് അവിടെയാണ്. നല്ല കുത്തറക്കുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഓട്ടോറിക്ഷ വെച്ചാൽ ഇതിന്റെ ഗീറ് തള്ളിപ്പോയാൽ 100 രാവും വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള പാരലായിട്ട് പോകുന്ന റോഡും തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുമാണുള്ളത്. പിന്നെ അവിടെ തന്നെ വാഹനങ്ങൾക്ക് തിരിഞ്ഞിനിയിപ്പോൾ ബാറിലേക്കും പോകണം. ബാറിലേക്കും ഒരുപാട് നമ്മുടെ ഇപ്പോൾ സാഹചര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല, ഒരുപാട് വാഹനങ്ങൾ ആ ബാറിലേക്ക് കയറി പോകുന്നുണ്ട്. ഒരുപാട് ഫംഗ്ഷൻ നടക്കുന്നൊരു സ്ഥലമാണ് അവിടെ.
അങ്ങോട്ട് തിരിഞ്ഞു പോകണമെങ്കിൽ വലിയ വണ്ടികൾ ഇപ്പുറത്ത് വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. അവിടെ അത്ര മാത്രം ഗ്യാപ്പ് ഇടാൻ പറ്റുമോ വണ്ടി ഇപ്പം ഓട്ടോ സ്റ്റാൻഡായി കഴിഞ്ഞാൽ? അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ചെറുപുഴയിലുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ ഉപജീവന മാർഗത്തിന് തുടക്കം തന്നെയാണ് ആ സ്റ്റാൻഡ്. അവിടെ ഒന്നാമത് ഇപ്പം ഇവർ പുതിയ സ്റ്റാൻഡാക്കി അവിടെ തന്നെ 10-15ഓളം പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് ആ സ്ഥലമാണ് ഇപ്പം കയ്യേറിയിട്ട് പഞ്ചായത്ത് പുതിയ ഓട്ടോ സ്റ്റാൻഡാക്കിയിട്ട് മാറ്റി കൊടുത്തത്. സ്റ്റാൻഡ് വേണം, അവിടെ പറ്റില്ല, അവിടുന്ന് മാറ്റണം എന്നാണ് പറഞ്ഞത്. പുതിയ സ്റ്റാൻഡ് വേണമെന്നല്ല, എല്ലാവർക്കും വാഹനങ്ങൾ വെക്കാനുള്ള സൗകര്യം വേണം. കുറച്ച് പേര് മാത്രം ഇവിടെ പണിയെടുത്താൽ പോരാ, എല്ലാവരും ജീവിക്കാൻ വരുന്നവരാണ്, എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അത് ഒരു വിഭാഗം തൊഴിലാളികളുടെ അന്നം മുട്ടിച്ചുകൊണ്ടാവരുത്, അതാണ് ഞങ്ങളുടെ പ്രശ്നം. എവിടെയാ? ഇവിടെ അല്ല പറഞ്ഞത്, അപ്പോളോടെ പ്രധാനം തിരക്കില്ലാത്ത സ്ഥലങ്ങൾ വേറെ ഉണ്ടല്ലോ. ആ ഒരു സ്ഥലം മാത്രമല്ലേ. നമ്മൾക്ക് അധികമായി വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇപ്പോഴും മാറ്റി വെക്കുന്നില്ല, ഞങ്ങൾ റോഡിൽ വെക്കാറില്ല. ഇനിയും വരുന്ന വണ്ടികളുണ്ട്, അടുത്തടുത്ത് വരുന്ന വണ്ടികൾ അങ്ങോട്ടും മാറ്റം വരുത്തിയാൽ തന്നെ കുറെ തിരക്കുകൾ ഇപ്പഴും കുറയും. പുതിയ വാഹനത്തിന് പെർമിറ്റ് ചെറുപുഴ അല്ല, പുതിയ വാഹനങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കുന്നില്ല. പുതിയ വാഹനങ്ങൾക്ക് ചെറുപുഴയിൽ പെർമിറ്റ് കൊടുക്കുന്നില്ല. ഇല്ല, അല്ല അങ്ങനെയല്ല, ചെറുപുഴയിൽ സ്റ്റാൻഡ് പോലും അനുവദിക്കുന്നില്ല, ആർസിയിൽ പോലും അടിച്ചു വരുന്നില്ല. പുതിയതിന് അവരവരുടെ വീടുകളിൽ വെച്ച് ഓടാനാ പറഞ്ഞ പെർമിറ്റ് കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ പ്രശ്നം ഉണ്ടാവുന്ന ആരാധന. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വരുന്ന ആളുകൾ അങ്ങോട്ട് വരുന്നില്ല, വണ്ടി അവിടെ തന്നെ കാണാൻ വിളിച്ചു പോകുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അർത്ഥം വണ്ടി കാണുന്നിടത്തുന്ന ആളുകൾ വിളിച്ചിട്ട് പോകുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആരാധന റെസിഡൻസിന്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ബസ് സ്റ്റാൻഡ് ഒന്ന് വിളിച്ചിട്ട് പോകും എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ പറഞ്ഞ അതേ ചോദ്യം അവിടെ വണ്ടി വെക്കാൻ നിയോഗിക്കപ്പെട്ടവർക്കും ചോദിക്കാം. ഈ ബൈപ്പാസ് റോഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് ആര് വണ്ടി വിളിച്ചിട്ട് പോകുന്നുള്ളത് അതേ ചോദ്യം അവർക്കും ചോദിക്കാം. ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അധികമായി വരുന്ന വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് പഞ്ചായത്ത് കണ്ടെത്തി തരേണ്ടത്. തിരിച്ചവിടെ അവരുടെ സ്റ്റാൻഡിലേക്ക് പോകാം, അതേ പറ്റും. അത് നോക്കിയാൽ കാണുന്ന സ്ഥലം തന്നെയാണ്. അവിടുന്ന് നോക്കിയാൽ കാണുന്ന സ്റ്റാൻഡല്ലേ സാർ ഇത്? PC കുഞ്ഞിനെ തൊട്ട് അപ്പുറത്തല്ലേ വരുന്നത്, നമ്മളെ ഷൂലാൻഡിന്റെ തൊട്ട് അതിലൂടെ അല്ലേ വരുന്നത്, അവിടെ ചെയ്യാം. അതല്ലെങ്കിൽ PC കുഞ്ഞിന് നേരെ എതിരെ നമ്മുടെ അഭിലാഷ് മൂത്തുവാരിന്റെ മുമ്പിലാണ് മുൻപൊരു ഗുഡ്സ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്, അവിടെ വയ്ക്കാം. 10 വണ്ടി അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. സഹകരണ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഇപ്പം 2 വണ്ടിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 5 വണ്ടിയും കൂടി വെക്കാം, അതിൻ്റെതായ ഓട്ടങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. 5 വണ്ടിയും കൂടി അവിടെ എങ്ങനെയും വെക്കാം, അതും ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു, ഈ 3 സ്ഥലങ്ങളും പറഞ്ഞു. അവ തന്നെ പഞ്ചായത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ യൂണിയൻ ബേസിലല്ല, ഞങ്ങൾ സംയുക്തമായിട്ട് താഴെയുള്ളവർ ഞങ്ങൾ സംയുക്തമായിട്ട് ഞങ്ങൾ ഒരു യൂണിയൻകാരൻ. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഒരു സ്റ്റാൻഡിൽ 10 വണ്ടികൾ ഓടുമ്പോൾ ആ 10 വണ്ടിയിൽ അവർക്ക് അവിടെ കിട്ടേണ്ട ഓട്ടോ അല്ലേ അവർ നോക്കുന്നത്, തൊഴിലാളികൾ നോക്കുന്നത്. താഴെ സ്റ്റാൻഡ് കയറി അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതെ, യൂണിയൻ നേതൃത്വത്തിൽ എല്ലാവരും അല്ല, 3 യൂണിയന്റെ ആൾക്കാരുണ്ട് താഴെ. അല്ല, 3 യൂണിയന്റെ ആളുണ്ട്. 3 യൂണിയന്റെ ആൾക്കാർ ഞങ്ങൾ വന്നതിലും ഉണ്ട്. ഇവിടെ പഞ്ചായത്തിൽ പരിപാടിയില്ല, പത്രസമ്മേളനത്തിൽ അവരെ വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത്. അവരെ അറിയിക്കാതെ വരുമോ? അവരെ അറിയിച്ചില്ല. സാറിനെ അറിയിച്ചാലല്ലാതെ സാറ് പോകും. ഇല്ല, അറിയിച്ചില്ല, ആളുകളുണ്ടായിട്ടില്ല. CITUവിന്റെ ഓട്ടോ തൊഴിലാളികളുടെ നേതാവ് അവിടെ ഉണ്ടായിട്ടില്ല. സാറിന് അറിയില്ലേ, ചെറുപുഴയിൽ ഓട്ടോ തൊഴിലാളി CIT യൂണിയന്റെ നേതാവ് ആരാണെന്ന് അറിയില്ലേ? സഖാവ് ദിലീഷാണ്. അതെനിക്കറിയില്ല, അതെനിക്ക് പറയാനാവില്ല. ഞങ്ങളുടെ യൂണിയന്റെ ആളുകളെ അവിടെ ഇട്ടുണ്ട്. ആ മീറ്റിംഗിൽ വിളിക്കേണ്ട ദിലീഷിനെ വിളിച്ചില്ല.